കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സച്ചി ആന്റണിയെ തേടി ആന്റണിയെ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയുടെ കൂട്ടാളികൾ അവിടെ ഉണ്ടായിരുന്നു. സച്ചിയെ കണ്ടവിടെ തന്നെ പറഞ്ഞു, എനിക്കറിയായിരുന്നടാ സച്ചി, നീ എന്നെ കാണാൻ വരുമായിരുന്നു, എനിക്കറിയായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പറയാണ്. പിന്നീട് സച്ചി ഒരു കസാര വലിച്ചിട്ട് അവന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ഇരിക്കുക. ആന്റണിയോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച്? നിന്നെ കുറിച്ച് ഞാൻ നല്ലത് തന്നെയാടാ വിചാരിച്ചോണ്ടിരിക്കണേ. എടാ നിനക്ക് നാണം ഉണ്ടോടാ ആന്റണി? അതേ വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആ ചെറുപ്പക്കാരനെ ഇതിലേക്ക് വിളിച്ചു ഇരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ ശരത്തിനെ? അവനുമായിട്ട് കൂട്ടിയിറന്ന് അവരെ നീ വഷളാക്കുകയോ ചെയ്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു, പിന്നെ ഞാൻ അവളെ വഷളാക്കിയെന്നോ? അവനെ ഞാൻ സഹായിക്കുകയോ ചെയ്തേ, അത്യാവശ്യം അവനൊരു ജോലിയും കൊടുത്ത് എന്റെ കൂടെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുകയോ ചെയ്തേന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായടാ. അവന്റെ വീട്ടിലെ അവസ്ഥ നിനക്കെന്താന്ന് അറിയാവോ? അവന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്താ നിനക്ക് അറിയാവോ? അവന് ഒരു കള്ളനാന്ന് അറിഞ്ഞ നിമിഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തേ. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം കഴിവ് നിനക്കില്ലാതെ പോയല്ലോടാ ആന്റണി എന്ന് പറയാം. പിന്നെ എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കുക, അത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ നിന്റെ ഫ്രണ്ടിനെ രക്ഷിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇനി അവനെ ഇതിനകത്തേക്ക് വിളിച്ചു കയറ്റിയേക്കല്ല. അങ്ങനെ വിളിച്ചു കയറ്റിന്ന് അറിഞ്ഞാല് അന്നത്തോടു കൂടി നിന്റെ സർവ്വ ഇത് ഞാൻ പൂട്ടിക്കൂന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? നീ ഒരു കാര്യം ചെയ്യേ, നീയേ ചെന്ന് വല്ല കുഞ്ഞു പിള്ളേരോടും പറയാൻ നോക്ക്, എന്റെ അടുത്തേക്ക് നീ മാതിരി തരികട പരിപാടിയോടും വരണ്ട എന്ന് ആന്റണി സച്ചിയോട് പറയാം. പിന്നെ നീ ഇങ്ങോട്ട് വരുമെന്നറിയായിരുന്നു എന്റെ കാല് പിടിക്കാനായിട്ട്. കാല് പിടിക്കാൻ വരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്റെ കൂട്ടാളികളോടും എല്ലാവരോടും പറഞ്ഞിരിക്കുമല്ലേ, പലിശയ്ക്ക് മേടിച്ച പൈസ ഉടനെ തന്നെ തിരിച്ചു തരണമെന്ന്, മുതലടക്കം തിരിച്ചു തരണമെന്ന്. അതിന് വേണ്ടിയിട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നെ കാത്തിരുന്നേ. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നാന്ന്? അതൊക്കെ വെറും നിന്റെ തോന്നലല്ലേ ആന്റണി, നിന്റെ കാല് പിടിക്കാൻ ഞാൻ വരാനായിട്ടാ. ഓഹോ, അപ്പൊ നീ അത്രയ്ക്കായോ? എന്നാ നീ കണക്ക് കൂട്ടിക്കോ. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ തേടി വന്നിരിക്കും. നിന്നെ മാത്രല്ല നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്നിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിരിക്കും എന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അന്നെങ്കിൽ നീ വന്ന് വാങ്ങാൻ നോക്ക്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഇതും പറഞ്ഞത് സച്ചി അങ്ങോട്ട് പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി പുറയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതെ അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ, പണം വാങ്ങാതിരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാം. എന്താന്ന് സച്ചി തിരിഞ്ഞെന്ന് ചോദിക്കുക. നീ എന്റെ കാല് വീഴണം, എല്ലാവരുടെ മുന്നിൽ വെച്ച്, നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്റെ കാല് വീഴും മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. കാരണം ഇപ്പൊ നീ കാണിച്ചു വെച്ചേക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, എന്റെ നേരെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോ എല്ലാവർക്കും എന്നോടുള്ള ആ ഒരു മതിപ്പ് പോയി. പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവനാ ഞാൻ. നാളെ ഞാൻ പലിശയ്ക്ക് പൈസ വാങ്ങിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു രീതിയിലും എല്ലാവരും എന്നെ കാണത്തുള്ളൂ. എനിക്ക് പൈസ തരാൻ മനസ്സിലാന്ന് പറഞ്ഞുകൊണ്ട് അവര് ചിലപ്പോൾ എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച ആരാ? നീയല്ലേ. അതുകൊണ്ട് നീയായിട്ട് തന്നെ അത് മാറ്റണം. നീ എന്റെ കാൽക്കൈ വീഴണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചി അങ്ങോട്ട് പോവാ ചെയ്തേ. ആന്റണി കൂട്ടാളിയോട് പറഞ്ഞു, കണ്ടില്ലേ അവൻ ഭയന്നാ പോയേക്കുന്നേ, അവന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും, അവന് നമ്മുടെ കാല് വീഴും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ആന്റണി ഇരിക്കുവാണ്. പിന്നീട് വർഷയെ ശ്രീകാന്തും കൂടെ സൈക്കിളിൽ പോവാണ്. അപ്പം വർഷ ശ്രീകാന്തിനോട് പറഞ്ഞാണ് എന്നെ സൈക്കിളിൽ കൊണ്ടുപോകണമെന്ന്, സ്റ്റുഡിയോ വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് വർഷേനെ ചവിട്ടിക്കൊണ്ട് പോണ സമയത്ത് വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു, അതെ നീ കുറച്ച് ഓർഡർ ചെയ്തൊക്കെ കുറയ്ക്കണമെന്ന് പറയാ. എന്ത്? റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ട്. അതെന്തിനാ ഇപ്പം? അത് പിന്നെ നിനക്ക് നന്നായിട്ട് വെയിറ്റ് കൂടുന്നുണ്ട് വർഷേ, എന്നെ കൂടെ തന്നെ പറ്റുന്നില്ല നിന്നെ പുറയിരുത്തി സൈക്കിൾ ചവിട്ടാനായിട്ട്. ഓഹോ, എനിക്ക് അത്രയ്ക്ക് വലിയ വെയിറ്റ് ആണെന്ന് ചോദിക്കും. അതെ നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയാം. ഓ, നീയോ ഇതൊക്കെ പറയുള്ളൂ എന്ന് പറയാം. പിന്നെ ഞാനല്ലാതെ വേറെ ആരാ പറയണമെന്ന് ചോദിക്കാം. എന്നാലും എനിക്ക് ഇങ്ങനെ പോകുന്നതിന് ഭയങ്കര ഒരു സുഖമുണ്ടെന്ന് പറയാണ് വർഷ. ഇത് കേട്ടോ ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് ഭയങ്കര സുഖം, നിനക്ക് പുറയിൽ ഇങ്ങനെ ഇരുന്നാ പോരെ, പക്ഷെ ചവിട്ടുന്ന എനിക്കല്ലേ പ്രയാസമുള്ളെന്ന് പറയാം. ഈ സമയം വർഷ എന്ത് ചെയ്യുക, ശ്രീകാന്തിന്റെ പുറത്തേക്ക് പതുക്കെ ചാരിയിരിക്കുക. ആഹാ നല്ല സുഖം, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകാനായിട്ട് എന്ത് രസമാന്ന് ചോദിക്കുക. അതേ ഒന്ന് മാറിയിരിക്കുക, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാം. ശ്രദ്ധിക്കട്ടെ, ഞാൻ എന്റെ ഭർത്താവിന്റെ തോളത്തേക്കല്ലേ ചാരിയിരിക്കുന്നേ. ഇപ്പൊ നാട്ടുകാരുണ്ടാ, എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെങ്കിലേ എനിക്ക് കുഴപ്പമൊക്കെ ഉണ്ട്, അറിയുന്ന ആൾക്കാരെ കണ്ട ഇതിൽ ഒരു നാണക്കേട് വേറെ ഇല്ലെന്ന് പറയാം. പിന്നെ അത്ര വലിയ നാണക്കേടാണെങ്കിലേ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിർത്താൻ പറയാണ്. എന്ത്? വണ്ടി ഇവിടെ നിർത്ത ശ്രീകാന്ത് എന്ന് പറയാം. അങ്ങനെ ശ്രീകാന്ത് വണ്ടി നിർത്തി. ശ്രീകാന്ത് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ
വർഷത്തെ ഇറങ്ങി. വണ്ടി എന്ന് പറഞ്ഞ സൈക്കിൾ നിർത്തി. അത്തേന്ന് വർഷം അങ്ങോട്ട് ഇറങ്ങി. വർഷം ഇറക്കി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനോട് പറഞ്ഞു, അതെ ഇനി ഞാൻ ചവിട്ടാന്ന് പറയാണ്. നീയോ? അതെ. ശ്രീകാന്ത് കേറിക്കോ. ശ്രീകാന്തിന്റെ വിചാരം എന്താ, ഭയങ്കര ബുദ്ധിമുട്ടായി ചവിട്ടിക്കൊണ്ട് പോകാനെന്ന്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, എനിക്കിതൊക്കെ ഈസിയാ, കേറിക്കോളാൻ പറയാണ്. അങ്ങനെ ശ്രീകാന്തിനെ പുറയിലെത്തിയിട്ട് വർഷ ഒരു പാട്ടൊക്കെ പാടി സൈക്കിളും ചവിട്ടി അങ്ങോട്ട് പോവാ. ശ്രീകാന്ത് നീ ആള് കൊള്ളാലോ എന്ന് പറയാ. കണ്ടോ, ഇത്ര ഈസി ആയിട്ടുള്ള കാര്യത്തിനാണ് ശ്രീകാന്ത് ഇങ്ങനെ മസിൽ പിടിച്ചോണ്ടിരുന്നത് എന്ന് പറയാണ്. ആ സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും മഹിമയും മധുസൂദനും കൂടെ അവരുടെ കാറിൽ പാസ് ചെയ്തേ. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോ വർഷ ശ്രീകാന്തിനെയും പുറയിലെത്തി സൈക്കിളെ ഒട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് മധുസൂദനോട് മഹിമ പറഞ്ഞു, ദേ തെങ്ങ് നോക്കിയേട്ടാ, ദേ കാണുന്ന കാഴ്ച എന്താ നോക്കാൻ പറയണ. അപ്പോഴാണ് കാണുന്നത്. നീ പെട്ടെന്ന് വണ്ടി നിർത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുവാണ്. ഇത് മനുഷ്യനെ നാണം കെടുത്താനാന്ന് തോന്നല്ലോ. അവക്ക് എന്നെ ഒട്ടും നാണക്കേടില്ലേ അവനെ പുറയിലെത്തിക്കൊണ്ട് പോകാനായിട്ട്. ഇന്ന് സൈക്കിളില്, നാളെ മിക്കവാറും എങ്ങനെയാന്ന് ദൈവത്തിന് മാത്രം അറിയാന്ന് പറയാം. ഇത്രയും നാളായിട്ടൊരു കാറ് മേടിക്കാൻ പോലും പറ്റിയിട്ടില്ല, എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മഹിമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓടിപ്പോയി അവളോട് ചോദിക്കാൻ എന്താ കാര്യമെന്ന്. അവളെ പിടിച്ചു നിർത്താന്ന് പറയണം. മനുഷ്യൻ നാണം കെടുത്താനുള്ള പുറപ്പാടാണെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുക്ക്, ഏട്ടനും കൂടെ അങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ടതും മധുസൂദനൻ പറഞ്ഞു, ഞാൻ വരുന്നൊന്നുമില്ല, എനിക്ക് അവളുടെ തിരുമോന്ത കാണണ്ടെന്ന് പറയാം. എത്ര നാളെന്ന് വെച്ചാൽ ഏട്ടാ അവളോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നേ? ഏട്ടന്റെ മോളല്ലേ, ഒത്തിരി നാൾ ഏട്ടന് സംസാരിക്കാതിരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. പിന്നെ അവള് ചെയ്ത പണിക്ക് ഇതൊന്നും അല്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നേ. ഇത് കേട്ടതും വൈകി പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം, അതോടുകൂടി പ്രശ്നം തീർന്നല്ലോ. അവളെ അവനെയും കൂടെ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം, അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു തീരുമാനവും. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ മഹിമ പറയാണ്. അങ്ങനെ ചില തീരുമാനത്തിലേക്ക് എത്തുവാണ്. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചി വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു ദിവസത്തിന് സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. കാരണം എങ്ങനെ പണം കൊടുക്കുമെന്നുള്ള സച്ചിക്ക് അറിയത്തില്ലായിരുന്നു. രേവതിയോട് മിണ്ടെന്ന് പോലും ഇല്ലായിരുന്നു. മിണ്ടാതെയായിരുന്നു സച്ചി നടന്നിരുന്നത്. അങ്ങനെ പണം കൊടുക്കേണ്ട തലേദിവസം രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ സച്ചി മുറിയിലേക്ക് വരുവാണ്. ആ സമയം രേവതി പായെ കുറിച്ച് നിലത്ത് കിടക്കുവാണ്. സച്ചിനെ കണ്ടിട്ട് രേവതി മൈൻഡ് ചെയ്തില്ല. സച്ചി മൈൻഡ് ചെയ്യാൻ പോയില്ല. സച്ചി ഒന്നും മിണ്ടാതെ നേരെ ടെറസിലേക്ക് അങ്ങോട്ട് കയറി പോവാ. അവിടെ പോയി കുറെ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ സച്ചി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ആ സമയം രേവതി ഓർത്തു, സച്ചിയുടെ വന്നിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. എന്നാൽ തന്നോടൊന്ന് പറയായിരുന്നു, ചെയ്തത് തെറ്റായിപ്പോയി. ശരത്തിന്റെ കൈ ഒരിക്കലും താൻ ഒടിക്കാൻ പാടില്ലായിരുന്നു. പോട്ടെ രേവതി ഒരു വാക്ക് പറഞ്ഞ് തനിക്ക് ആശ്വാസമാകുമായിരുന്നു. പക്ഷെ പകരോ ഇപ്പൊ കണ്ടില്ലേ, തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. രേവതിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. രേവതി ഒന്നും മിണ്ടിയില്ല. രേവതി മിണ്ടാതെ അവിടെ കിടന്ന് രേവതിയും കിടന്നു. പിന്നീട് സച്ചി തിരികെ ടെറസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ രേവതി കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. സച്ചി അവിടെ കയറി കിടന്ന് ഉറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി വീട്ടിലേക്ക് പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ ശരത്തിന് ഫുഡൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടത് രേവതിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. ലക്ഷ്മി അമ്മ പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മോളെ. സച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നി? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനാ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവൻ്റെ കൈ ഒടിക്കുമായിരുന്നെങ്കിൽ അതിന് കുഴപ്പമില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ അവൻ്റെ കൈ എങ്ങനെ ഒടിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയാന്ന്. എനിക്കിപ്പോൾ നിന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. നീ ആ വീട്ടിലേക്ക് ചെന്നിട്ട് എന്തായിരിക്കും നിന്റെ അവസ്ഥ? സച്ചിയുടെ സ്വഭാവം ഇതല്ലേ. ഇന്ന് ഇവന്റെ കൈ ഒടിച്ച് നാളെ മിക്കവാറും നിന്റെ കഴുത്തൊടിക്കാൻ മടിക്കില്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, സച്ചിയാണ് അത്തരക്കാരനൊന്നും അല്ലെന്ന് പറയാണ്. ദേവ് പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ട ചേച്ചി, എനിക്കറിയാലോ സച്ചേട്ടന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കുമെന്ന് പറയാം. പക്ഷെ രേവതി അത് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. രേവതിക്ക് മനസ്സിലാത്ത കാര്യം, എന്തിനു വേണ്ടി സച്ചേട്ടൻ ഇങ്ങനെ ചെയ്തേന്നാ. ഒരു കാര്യമില്ല, സച്ചേട്ടൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് ലക്ഷ്മിയമ്മ ചോദിച്ചു, സത്യം പറയടാ, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കാം. സച്ചി നീയുമായിട്ട് എന്ത് പ്രശ്നം? ഞാനും സച്ചേട്ടനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആകെപ്പാടെ ആ മഹേഷും ആന്റണി ചേട്ടനും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് ഞാൻ ഇടയ്ക്കിലേക്ക് കയറി, അതാ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയാം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പറയും. ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു, കേട്ടില്ല എൻ്റെ മോൻ പറഞ്ഞത്, ഇവൻ ഈ വേദനയൊക്കെ സഹിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാ. അത് മാത്രമല്ല, അവന്റെ എക്സാമും കാര്യങ്ങളെല്ലാം അടുത്ത് വരുന്നേ. അവന് എക്സാം എഴുതാൻ പറ്റുമോ? ഈ കൈയും വെച്ചോണ്ട് അവൻ എങ്ങനെ പോയി എഴുതുന്നേ? ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചെല്ലാം വെറുതെ ആയി പോലോ രേവതി. എൻ്റെ മോന് ഒരു പക്ഷേങ്കിൽ കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതാ പറയണേ, അച്ഛൻ തന്നെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞ്. ഇത് കേട്ടവൻ രേവതിയുടെ കണ്ണ് നിറയുവാണ്. ദേവ് പറഞ്ഞു, അതെ ചേച്ചി സങ്കടപ്പെടാൻ പറഞ്ഞല്ല, അമ്മയുടെ സങ്കടം പറഞ്ഞല്ലേ. രേവതി പറഞ്ഞു, എനിക്കറിയാം അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ഞാൻ കുറെ ചോദിച്ചിട്ട് എനിക്ക് വ്യക്തമായ ഒരു മറുപടി സച്ചേട്ടൻ തന്നില്ല. എന്തിനു വേണ്ടിയിട്ട് അവന്റെ കൈ ഒടിച്ചെന്നുള്ള കാര്യം. അത് ചിലപ്പോൾ എപ്പോഴും സച്ചിക്ക് ദേഷ്യമല്ലേ, ആ ദേഷ്യത്തിൽ ചെയ്തായിരിക്കും എന്ന് പറയാം. എന്നാലും അവനിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ വന്ന് പെട്ടെന്ന് രവതി വാച്ചാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റുവാണ്.
ആ എങ്ങനെയുണ്ട് ഇപ്പം ശരത്തിന് കൈയൊക്കെ ശരിയായെന്ന് ചോദിക്കും. കുഴപ്പമില്ല. എങ്ങനെ വേദനയുണ്ടോ ശരത്തേന്ന് ചോദിക്കാം. ഇപ്പൊ വേദനയില്ല അങ്കിളെ, ചെറിയ വേദന മാത്രമേ ഉള്ളൂ. പിന്നെ സർജറി ഒക്കെ ചെയ്തോണ്ട് വലിയ കുഴപ്പമില്ലാന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു പറയാണ്. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, വേണ്ട രവേട്ട ഇങ്ങനെ മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. എനിക്കറിയാം നിങ്ങളുടെ വേദന എന്താന്ന്. ഞാനൊരു അച്ഛനല്ലേ, എന്റെ മക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവായിരുന്നു. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, അതെ സച്ചി ആയിപ്പോയി, രേവതയുടെ ഭർത്താവായിപ്പോയി. ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ തിരിച്ച് ഇതേ അവരോടും ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് രവേട്ട. അറിയാലോ, ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്, ഏക പ്രതീക്ഷയാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി 6 മാസം കഴിയണം ഇവനൊന്ന് നേരെ ആവണമെങ്കിൽ. 6 മാസം കഴിയുമ്പോൾ ഇവന്റെ കൈ ശരിയായില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾക്കത് പ്രശ്നമല്ലേ ആകത്തുള്ളൂ. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലാത്ത. രവീന്ദ്രൻ പറഞ്ഞു, അതാ എനിക്കും അറിയത്തില്ലാത്ത. അവനോട് കുറെ ചോദിച്ചു, പക്ഷെ അവനൊന്നും അങ്ങോട്ട് പറയുന്നില്ല. അവന്റെ ദേഷ്യത്തിന് ചെയ്താണോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നീട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ശരത്തെ, നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതിന്റെ പേരിലാണെന്ന്. ഇല്ലങ്ങളെ, ഞങ്ങൾ തമ്മിൽ വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. രവീന്ദ്രൻ എന്തോ അത്രയ്ക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം സച്ചി ഇങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം എന്താന്ന് പോലും രവീന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് രേവതിയോട് പറഞ്ഞു, മോളെ നീ ക്ഷമിക്ക്. അറിയാലോ സച്ചിയുടെ സ്വഭാവം. അച്ഛൻ ഇങ്ങനെയൊന്നും പറയല അച്ഛാ. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛന്റെ മനസ്സ് എനിക്കറിയാലോ. അച്ഛന്റെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറയണം. പിന്നീട് രവീന്ദ്രൻ കുറച്ച് പണം പോക്കറ്റിൽ നിന്ന് എടുക്കുക. ലക്ഷ്മി അമ്മയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ പിടിച്ചോ ലക്ഷ്മി എന്ന് പറയാണ്. കുറച്ച് പൈസയാ, കുറെ പൈസ ചെലവായിട്ടുണ്ടെന്ന് എനിക്കറിയാം, സർജറിക്കും മറ്റുമായിട്ട്. ഇനിയിപ്പം 6 മാസം വരെ ഇവന് അനങ്ങാൻ പോലും പറ്റില്ല. ഇവന്റെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി വേണ്ട നോക്കാനായിട്ട്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. അതിന് പൈസ ഇല്ലായിരിക്കും എന്ന് എനിക്കറിയാം. ഈ പൈസ വെച്ചോളാൻ പറയണം. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, അതെ കുഴപ്പമില്ല ദിവ്യേട്ട, ഇവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവനെ നോക്കും. ഇവനൊരു കുറവും വരാതെ. ഇവനെ നോക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയാം. പിന്നെ ഇതൊക്കെ ഓർത്തിട്ടൊരു സങ്കടം മാത്രമേ ഉള്ളൂ. സച്ചി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തൊരു വിഷമം കൊണ്ടാ എന്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി പറഞ്ഞു, അച്ഛാ ഞാനും കൂടെ വരാന്ന് പറയണം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട മോളെ, നീ ഇവിടെ നിന്നോ, നീ പെട്ടെന്ന് വരണ്ട, നീ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാം. അമ്മയുടെ അനിയന്റെയും കൂടെയൊക്കെ സംസാരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് ദേവി വെച്ചു, ചേച്ചി എന്തിനാ ഇപ്പം പോകാൻ തുടങ്ങിയത്? ചേച്ചി കുറച്ചേരം കഴിഞ്ഞ് പോയേ പോരെ? ചേച്ചി ധൃതി വെക്കണം എന്തിനാന്ന് ചോദിക്കാം. ഞാൻ പോകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഒരു പക്ഷെ അച്ഛൻ വീട്ടിൽ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കും. ഇനി സച്ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേനും നിനക്കറിയത്തില്ലാത്തോണ്ടാ. ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അത് വഴക്കിലോ കലാശിക്കലോ. അറിയാലോ, അച്ഛനാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ആ മനസ്സിന് വിഷമം തട്ടി ഇനി എന്തേലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രശ്നം കൂടെയോ ഇതിൻ്റെയും കൂടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയണം. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം സച്ചി നേരെ കാർ ഷെഡിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് മഹേഷും കൂട്ടരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ആന്റണി വരുവാണ്. ആന്റണി വന്നിട്ട് ചോദിച്ചു, പൈസയുടെ കാര്യം എങ്ങനെയായി? പൈസ ഒക്കെ റെഡിയാക്കിയോന്ന് ചോദിക്കുക. ഇത് കേട്ടൊരു പൊരുത്തം വന്നിട്ട് പറഞ്ഞു, അതെ പണമായിട്ടില്ല, ഒരു 2 ദിവസത്തോടെ സമയം തരണമെന്ന് പറയാ. 2 ദിവസമോ? 2 ദിവസം കൊണ്ട് നീയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ഓരോരുത്തരുമാരെ 60-70,000 രൂപ വെച്ചാൽ മേടിച്ചിരിക്കുമെന്ന് പറയാം. മഹേഷ് വന്നിട്ട് പറഞ്ഞു, ആന്റണി നീ ഇപ്പൊ തൽക്കാലത്തേക്ക് പോ, 2 ദിവസം കൂടെ സമയം കൊടുക്കുക. 2 ദിവസത്തിൽ ഞങ്ങളെല്ലാം ഞങ്ങളുടെ പലിശയും പൈസ ഉൾപ്പെടെ മൊത്തം തരിച്ചരാന്ന് പറയണം. ഇത് കേട്ടതും മഹേഷിനോട് പറഞ്ഞു, നീ കൂടുതൽ ആള് കളിക്കണ്ട, നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് നീ വലിയ ആള് കളിക്കണ്ട, മര്യാദയ്ക്ക് പൈസയും കൊടുത്താൽ മതി എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സച്ചു വരുന്നത്. ആഹാ വന്നല്ലോ, നേതാവ് വന്നല്ലോ എന്ന് പറയണം. ഈ കാഴ്ച കാണാൻ വരണ്ടായിരുന്നു. ഇനിയിപ്പൊ പൈസ ഇവരുടെ തരാനില്ല. അപ്പൊ കൂട്ടാളിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനെയും വണ്ടി തൂക്കിയെടുക്കാൻ പറയണം. ഒറ്റ ഒരെണ്ണം ഇവിടെ ഷെഡിലുണ്ട, എല്ലാം എടുത്തോളാൻ പറയണം. CC അടയ്ക്കാനുള്ള സർവ്വ അവന്മാരുടെ എടുത്തോളാൻ പറയണം. അങ്ങനെ ഗുണ്ടകൾ വണ്ടി എടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സച്ചു നിർത്താൻ പറയണം. പെട്ടെന്ന് ചോദിച്ചു, എന്താടാ നീ മാപ്പ് പറയാൻ തീരുമാനിച്ചോ? എന്നാ ഒരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കാലിലേക്ക് സാഷ്ടാംഗം വീണങ്ങോട്ട് മാപ്പ് പറഞ്ഞോളാൻ പറയാം. അതോ ഇനിയിപ്പോ ഒരു മാർഗമുള്ളൂ, അത് നീ ചെയ്താൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ഞാൻ മാപ്പ് പറയണോ അല്ലേ നിന്നോട്? അതേടാ മാപ്പ് പറയണം. അങ്ങനെ മാപ്പ് പറയണമെങ്കിൽ ഇപ്പൊ ഉമ്മാര് സീസ് തരേണ്ട കാര്യമില്ല, പൈസ തരേണ്ട കാര്യമില്ല എന്ന് പറയാം. ഞാൻ മാപ്പ് പറഞ്ഞിട്ട് അങ്ങനെ നീ സൂഹിക്കണ്ടാ ആന്റണി, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നീ മാപ്പ് പറയുമ്പോ ഉടനെ ഞാൻ നിന്റെ കാൽക്കീഴിലേക്ക് വീഴുന്നോ? അങ്ങനെ നിനക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇത് ആള് വേറെയാ, ഇത് സച്ചിയാന്ന് പറയണം. ഓഹോ, അപ്പൊ നിനക്ക് അതിനൊന്നും പറ്റില്ലല്ലേ? അന്നെങ്കില് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പൈസ തന്ന് ഞാനാണെങ്കിൽ കാർ എടുത്തോണ്ട് പോകാനായിട്ട് എനിക്കറിയാന്ന് പറയണം.
അന്നാ ചുണയുണ്ട നീ ഒന്ന് കാറിലേക്ക് തൊട്ടേന്ന് സച്ചി പറയാം. ആ സമയം മഹേഷ് പറഞ്ഞു, വേണ്ട സച്ചി, ആ കാറ് കൊണ്ടുപോകണേ കൊണ്ടോട്ടെ എന്ന് പറയാം. എന്തിന്? കാറ് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് പണമല്ല വേണ്ടേ. പിന്നീട് ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര വേണം നീ കൊടുക്കാനുള്ളതെന്ന് ചോദിക്കണം. 60,000 എന്ന് പറയാണ്. സച്ചി തന്റെ കയ്യിൽ നിന്ന് ആ കവറും എടുത്തു. ആ കവറിനകത്തുനിന്ന് ഒരു 60,000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ പണം വിളിച്ചിട്ടിങ്ങനെ കൊടുക്കുകയാണ്. ഒരു നിമിഷം മഹേഷ് പോലും അന്തം വിട്ടുപോയി. പിന്നീട് ആന്റിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാവരുടെയും പണം കിട്ടിയില്ലേ, ഇനി മേലാല് നിന്നെ ഇവിടെ കണ്ടുപോയക്കല് വിട്ടോണെന്ന് പറയാണ്. ഇത് കേട്ടപ്പത്തിന് ആന്റിനെ പറഞ്ഞു, നീ എന്നെ അന്ന് തല്ലിയില്ലേ, അതിന് പകരം തരാതെ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറയാണ്. കൊടുക്കണ തല്ലെന്ന് പറയാണ് സച്ചിക്കിട്ട്. സച്ചി പറഞ്ഞു, ഒറ്റ ഒരുത്തിന് അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കർണക്കുറ്റി അടിച്ചാൻ പോയിക്കും, പിന്നെ ഒറ്റ ഒരുത്തിന് ജീവനം കൊണ്ട് ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാ. ഒരു നിമിഷം അമ്മാരൊന്ന് ഭയന്നു. അന്ന് കിട്ടിയതിന്റെ ഓർമ്മ അമ്മമാരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അനങ്ങിയില്ല. അവസാനം ആന്റണിയും കൂട്ടരും നാണം കെട്ടം കൂടെ പോവാണ്. പിന്നീട് സച്ചി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും മഹേഷ് ഓടി വന്നിട്ട് ചോദിച്ചു, സച്ചി നീ ഇതെന്താ കാണിച്ചേ, ഇതിന് മാത്രം ഇത് എവിടുന്ന പണം നിന്റെ കയ്യില്, ഇതെന്താ സംഭവിച്ചേ, എല്ലാവർക്കും പൈസ കൊടുക്കണമെങ്കിൽ 3-4 ലക്ഷം രൂപ മിച്ചം വരും, ഇത് എവിടുന്ന നിനക്കുള്ള പൈസ കിട്ടിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെന്റെ കാർ ഞാൻ വിറ്റെന്ന് പറയാണ്. നീ എന്ത് മണ്ടത്തരാടാ പറയുന്നേ, നിന്റെ കാറ് വിറ്റെന്നോ? നിനക്ക് അച്ഛൻ ആശിച്ചു മോശിച്ച് വീണ്ടും അത് വാങ്ങി തന്നല്ലേ, ആധാരം പണയം വെച്ച് വാങ്ങി തന്ന കാറല്ലേ, നീ എന്തിനാ അത് വീണ്ടും വിറ്റെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ എന്റെ ഒരു കാറിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാവരുടെയും കാറ് സീസിക്കാൻ അയാൾ ആന്റണി എടുത്തോണ്ട് പോകുന്നായിരുന്നു നല്ലത്, അതോ എന്റെ ഒരു കാറ് പോകുന്നായിരുന്നു നല്ലത്, ഞാൻ നോക്കിയപ്പോ ഇതല്ലാതെ വേറെ മാർഗമൊന്നും കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മഹേഷും ഫ്രണ്ട്സും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ഇത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ദേവതയുടെ സച്ചിയുടെ അന്നൊന്നും നടക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.